ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ പ്ലേലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നവോത്ഥാന നായകന്മാർ എന്ന ടോപ്പിക്ക് PSCയുടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന നവോത്ഥാന നായകന്മാരിലെ പൊയ്കയിൽ അപ്പച്ചനെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹം ജനിച്ചത് 1879 ഫെബ്രുവരി 17 ഇരവിപേരൂർ, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കണ്ടൻ എന്നാണ്, മാതാവിൻ്റെ പേര് ലച്ചി എന്നാണ്. ലച്ചി അല്ലെങ്കിൽ ലൈച്ചി, ആ രണ്ട് പേരുകളിൽ ഏതെങ്കിലും ആയിരിക്കും ഓപ്ഷൻസിൽ തരുന്നത്. പത്നി ജാനമ്മ. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുമാരൻ എന്നായിരുന്നു. പിന്നെ മറ്റു നാമങ്ങൾ കുമാരഗുരുദേവൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പൊയ്കയിൽ യോഹന്നാൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതെല്ലാം ഒരാളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് കാര്യം പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിൽ വെച്ചിരിക്കണം. ഒന്ന്, അദ്ദേഹം ജീവിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന പത്തനംതിട്ട, കോട്ടയം ആ ഒരു റീജിയനാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ക്രൈസ്തവ മതത്തിലുണ്ടായിരുന്ന ദളിതർ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെതിരെയാണ് പോരാടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു കാലഘട്ടത്തിൽ ഹിന്ദുമതത്തിൽ സവർണ ജാതിക്കാരും അവർണരുമായിട്ടുള്ളവരുണ്ടായിരുന്നു. അതിൽ അവർണരെന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്നവർക്ക് ഒരു തരത്തിലുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല. അവരെ മനുഷ്യരെ പോലെ പോലും അല്ലായിരുന്നു അന്നത്തെ കൾച്ചർ, അന്നത്തെ സംസ്കാരം ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാറുമ്പോൾ അവിടെ ഇത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് കുറേ പേർ മതം മാറുകയുണ്ടായി. പക്ഷേ അവിടെയും മതം മാറി വന്ന അവർണർക്ക് എല്ലായിടത്തും ഒരേ തരത്തിലുള്ള പീഡനങ്ങൾ തന്നെയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ദളിതരായിട്ടുള്ള ക്രിസ്ത്യാനികൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന അസമത്വങ്ങൾ, പീഡനങ്ങൾ, ഇതിനൊക്കെതിരെയാണ് പൊയ്കയിൽ അപ്പച്ചൻ ശബ്ദമുയർത്തിയത്. ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ക്രൈസ്തവർ പരസ്പരം എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ തങ്ങളെയും ട്രീറ്റ് ചെയ്യണം, മതം മാറി വന്ന ദളിതരെയും ട്രീറ്റ് ചെയ്യണമെന്നായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ്റെ വാദം. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പുതിയൊരു സഭ തന്നെ രൂപീകരിക്കുകയാണ് ചെയ്തത്. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നത് ഇതുവഴി അദ്ദേഹമാണ്. ദ്രാവിഡ ദളിതൻ, ഈ ഒരു ആശയം ആരാണ് മുന്നോട്ട് വെച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പ്രതിയോഗികളായിട്ടുള്ളവർ, അതായത് അദ്ദേഹത്തിന് എതിരെ നിന്നവർ അദ്ദേഹത്തെ പുലയൻ മത്തായി എന്നായിരുന്നു ആക്ഷേപിച്ച് വിളിച്ചിരുന്നത്. അതിലൊരു ആക്ഷേപം നമുക്ക് കാണാനില്ല, പക്ഷേ അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. അയ്യങ്കാളി നമുക്കറിയാം, ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെ തന്നെ പൊയ്കയിൽ യോഹന്നാനും അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചനും അന്നത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഒരു ഫാക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ചിലപ്പം PSCക്ക് ഇച്ചിരി ട്രിക്കി ആയിട്ട് ചോദിക്കാം, അന്ന് ശ്രീമൂലം പ്രജാസഭയിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ താഴത്തെ ഓപ്ഷൻസിൽ ആരൊക്കെ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നിങ്ങൾ ആ ഒരു സഭയിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം പഠിച്ചു പോകുമ്പോൾ. നെക്സ്റ്റ്, നമുക്കറിയാം ദളിതനായിട്ടുള്ള ഒരു നവോത്ഥാന നായകൻ സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഒരിക്കലും സ്പിരിച്വലായിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുത്തിട്ടോ ഒന്നുമല്ല. അദ്ദേഹം അങ്ങനെയുള്ള വ്യക്തികൾ, അയ്യങ്കാളി അടക്കമുള്ളവർ ഇതിനെതിരെ പോരാടുമ്പോൾ അവിടെ ലഹളകൾ ഉണ്ടാവാറുണ്ട്. അപ്പം പൊയ്കയിൽ യോഹന്നാൻ അദ്ദേഹവുമായിട്ടും ബന്ധപ്പെട്ടും കുറേ ലഹളകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴൊക്കെയാണോ ഈ അസമത്വത്തിനെതിരെ പോരാടുന്നത് അപ്പോഴൊക്കെ ലഹളകൾ ഉണ്ടാവാറുണ്ട്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലഹളകളുടെ പേര് നിങ്ങൾ പഠിക്കണം. കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം, മുണ്ടക്കയം ലഹള. ഇത് ഇത്രയും പേര് ഒന്നുകൂടി ഓർക്കുക. പാകത്താന ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം, മുണ്ടക്കയം ലഹള. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൊയ്കയിൽ അപ്പച്ചൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം ചെയ്ത് ബൈബിൾ കത്തിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പൊയ്കയിൽ യോഹന്നാനാണ്. വാകത്താന ലഹള 1906 അദ്ദേഹം ബൈബിൾ കത്തിക്കുകയുണ്ടായി. അപ്പം അത്രയും പ്രതിഷേധം അദ്ദേഹം ആ കാലഘട്ടത്തിൽ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. വാകത്താനം എവിടെയാണ്? കോട്ടയത്താണ്. പൊയ്കയിൽ അപ്പച്ചനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതാ സമാഹാരം, അതിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. രത്നമണികൾ എന്ന കവിതാ സമാഹാരം ആരാണ് രചിച്ചതെന്നുള്ള ചോദ്യത്തിനും പൊയ്കയിൽ അപ്പച്ചൻ എന്നുള്ളതാണ് ഉത്തരം. PRDSൻ്റെ ഒക്കെ സഭകളിൽ ആദ്യത്തെ ഒരു പ്രാർത്ഥന ഗാനം പോലെ പാടുന്നൊരു ഗാനമുണ്ട്. അതിൽ പൊയ്കയിൽ യോഹന്നാൻ എഴുതിയ വളരെ പ്രശസ്തമായ വരികളുണ്ട്. ഇത് വളരെ പ്രശസ്തമാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഇത് കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. അപ്പം ആ ഒരു വംശത്തിൻ്റെ ചരിത്രം ഇല്ല എന്നുള്ള അർത്ഥം വരുന്ന വരികളാണ് അദ്ദേഹം എഴുതിയത്.
ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തെ വളരെയധികം വർണ്ണിക്കുന്നതിന് ഈ വരികൾ ഉദാത്തമാണ്, പര്യാപ്തമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പൊയ്കയിലപ്പച്ചനെക്കുറിച്ച് ഓർത്തിരിക്കുക. നിങ്ങൾക്കറിയാവുന്ന പൊയ്കയിലപ്പച്ചനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് നവോത്ഥാന നായകന്മാരെ എല്ലാവരെയും കുറിച്ചും ഡിസ്കസ് ചെയ്യാം, ഓരോ ചെറിയ ചെറിയ വീഡിയോസ് വെച്ചിട്ട്. അതോടെ ഓൾമോസ്റ്റ് അത്യാവശ്യം അറിയേണ്ട എല്ലാ ഫാക്ട്സും അതിൽ ഇൻക്ലൂഡഡും ആകും. അത് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്ലേലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, അപ്ഡേഷൻസ് ഉണ്ടോ എന്നറിയാൻ. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. താങ്ക്